ഡയബറ്റിസ് മെലിറ്റസ് എങ്ങനെയാണ് പുരുഷന്മാരെ വന്ധ്യത ഉണ്ടാക്കുന്നത്? ഡയബറ്റിസ് 3 തരമുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ട്, ജസ്റ്റേഷണൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഗർഭത്തിൽ വരുന്ന ഡയബറ്റിസ്. ഇപ്പം പുരുഷന്മാരുടെ കാര്യം പറയുമ്പോൾ പ്രഗ്നൻസി ഡയബറ്റിസ്, ജസ്റ്റേഷണൽ ഡയബറ്റീസിനെ പറ്റി പറയേണ്ട കാര്യമില്ല. ടൈപ്പ് 1 and 2 ഡയബറ്റിസ് പുരുഷവന്ധ്യത ഉണ്ടാകും. ശരിക്കും ഗ്ലൂക്കോസ് ലെവൽ നോർമലായിരിക്കണം ബ്ലഡിൽ. എന്തിന്? ടെസ്റ്റിക്കുലർ വൃഷ്ണത്തിൻ്റെ പ്രവർത്തനം നോർമലാവാൻ. എന്നാൽ മാത്രമേ നല്ല ബീജാണുക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം കണ്ടമാനം ഗ്ലൂക്കോസ് ലെവൽ കൂടിയിരിക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ഡയബറ്റിസ് നല്ല കൂടുതലാണെങ്കിൽ ഈ ഉണ്ടാവുന്ന സ്പേമിൻ്റെ നമ്പർ കുറയും, അതിൻ്റെ ക്വാളിറ്റി ഗുണനിലവാരം കുറയും, അതിൻ്റെ ചലനവും കുറയും. ഇത് 3 ബാധിക്കും. അതും കൂടാതെ ശുക്ലത്തിലുള്ള സെമിനൽ ഫ്ലൂയിഡിൽ ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഗർഭം ഉറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതുമെല്ലാം അതിൻ്റെ ഗുണനിലവാരം എല്ലാം കുറയ്ക്കും ഈ കൂടിയ ബ്ലഡ് ഷുഗർ ലെവൽ. ഇതുകൂടാതെ പുരുഷന്മാർക്ക് ഭയങ്കരമായ ഷുഗർ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വരാമെന്നത് അവർക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ഇറക്ഷൻ കിട്ടില്ല. അല്ലെങ്കിൽ ഇറക്ഷൻ വന്നാൽ ഇജാക്കുലേഷൻ, സെമൻ പുറത്തോട്ട് വരാതിരിക്കാം. മൂന്നാമത് സെമൻ പുറത്തോട്ട് വരുന്നതിന് പകരം പുറമോട്ട് യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചിയിലോട്ട് പോകും. ഇത് 3 സംഭവിക്കാം. ഇതും കൂടാതെ പുരുഷന്മാർക്ക് ഡയബറ്റീസ് ഉള്ള പുരുഷൻ വരുന്ന ഒരു കുഞ്ഞിന്, ആൺകുഞ്ഞിന് അടുത്ത ജനറേഷന് വന്ധ്യത ഉണ്ടാക്കി കൊടുക്കാം. ഒരു ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആണ് ഒരു മനുഷ്യന്, ആ മനുഷ്യൻ്റെ ഒരു കുഞ്ഞിന് വളർന്നു വരുമ്പം ആ അടുത്ത ജനറേഷന് വന്ധ്യത ഉണ്ടാക്കി കൊടുക്കും. കൺട്രോൾഡ് ആണെങ്കിൽ, പക്ഷേ ഡയബറ്റീസ് കൺട്രോൾഡ് ആണെങ്കിൽ ഈ പറയുന്ന ഒന്നും ബാധിക്കില്ല. അൺകൺട്രോൾഡ് ഡയബറ്റീസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്.